നമസ്കാരമുണ്ട്. ഞാനും എൻ്റെ കുഞ്ഞും കൂടി ഇന്ന് നാരത്തൻകൊല്ലി വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ്. അപ്പോൾ പോവാലോ മോളെ. അങ്ങനെ ഞാനും കുഞ്ഞും മകുടി ജംഗ്ഷനെത്തി ഒരു ഓട്ടോറിക്ഷ പിടിച്ച് കുന്നുകൈക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോറിക്ഷയിൽ ഇരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ മുഖത്ത് നല്ല സന്തോഷവും നല്ലൊരു ചിരിയും കാണുന്നുണ്ട്. കുന്നുകൈ ടൗൺ എത്താനായി. പാലം കഴിഞ്ഞു. ഇപ്പം ടൗൺ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വീട് നമുക്ക് നീലശം പോകുന്ന ബസ്സിന് പോയിട്ട് ചായത്തിറങ്ങണം. ചായത്തുനിന്ന് ഒരു റിക്ഷ പിടിച്ച് നാരത്തൻകൊല്ലി വെള്ളച്ചാട്ടത്തേക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ കുന്നുകൈ ടൗണിലെത്തി ബസ്സിന് കാത്തിരിക്കുകയാണ്. ബസ് വന്നു. അങ്ങനെ ഞങ്ങൾ ബസ് കയറി ടിക്കറ്റ് എടുത്തു. ഏറ്റവും പുറകത്തെ സീറ്റിൽ നമ്മൾ ഇരുന്നത്. അപ്പോൾ കുഞ്ഞു പറഞ്ഞ് ഞങ്ങൾക്ക് സൈഡിൽ ഇരിക്കണം. അങ്ങനെ കുഞ്ഞിനെ സൈഡിലെത്തി ബസ് വിടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കണ്ണിനും മനസ്സിനും കുളിർമേകുന്ന കുറേ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളും കണ്ടുകൊണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചായത്തെത്തി. ഞങ്ങൾ ചായത്ത് ബസ് ഇറങ്ങി. ഇനി ഇവിടുന്ന് പോകുന്ന ഓട്ടോറിക്ഷക്കാണ്. അങ്ങനെ റിക്ഷ സ്റ്റാൻഡിലെത്തി. ഞങ്ങൾ ഓട്ടോയിൽ കയറി നേരെ വെള്ളച്ചാട്ടത്തേക്ക് വിട്ടു. അവിടെ നിന്ന് 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താനായി. വണ്ടിയെല്ലാം കുറേ നിർത്തിയിട്ട് കാണാം. ഇവിടുന്ന് കുറച്ച് നടന്ന് താഴോട്ട് ഇറങ്ങാനുണ്ട്. ഞാനും മോളും റിക്ഷയിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളെ പുറകിൽ കുറേ വണ്ടി കാണാം. ഞങ്ങൾക്ക് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ കാണാം. നമുക്ക് നേരെ വെള്ളച്ചാട്ടത്തിലേക്ക് പോവാം. ഇവിടുന്ന് ഇനി കുറച്ച് കുത്തി ഇറങ്ങാണ്ട് തോന്നുന്നു. കുറച്ച് ഇറക്കം കുത്തിന് ഇറക്കം കാണുന്നുണ്ട്. വെള്ളച്ചാട്ടം കണ്ടുവരുന്നവരുണ്ട്, കാണാൻ പോകുന്നവരുണ്ട്. കുഞ്ഞ് മുമ്പിൽ നടക്കുന്നുണ്ട്. റോഡ് വളരെ മോശം തന്നെയാണ്. താഴോട്ട് നല്ല ഇറക്കമുണ്ട്. കട്ട് റോഡാണ്. കുണ്ടും കുഴിയെല്ലാം ഉണ്ട്. അതുകൊണ്ട് വണ്ടി ഇറങ്ങിയാൽ ചിലപ്പോൾ ഇങ്ങോട്ട് കയറി വിടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടായിരിക്കും വണ്ടി ഇറക്കാത്തത്. എല്ലാവരും നടന്നു പോകുന്നതാണ് വണ്ടി. നല്ല ഇറക്കമുണ്ട്. വണ്ടി ഇറങ്ങിയാൽ ചിലപ്പോൾ കയറി വരില്ല. അത് ഉറപ്പാണ്. കാരണം നല്ല കുത്തിറക്കം കാണുന്നുണ്ട്. താഴെ നല്ല കൃഷി സ്ഥലം കാണാം. നല്ല മനോഹരമായ സ്ഥലം തന്നെയാണ്. കുഞ്ഞ് മുമ്പിൽ അടിച്ചു വിടുന്നുണ്ട്. ഇറക്കിറങ്ങി താഴെ എത്തും നല്ലൊരു കൃഷിയിടം കാണാം. കൃഷിയിടത്ത് നല്ലൊരു വീട്, 2 നില ഓട്ട് വീട് കാണാം. പഴയൊരു വീടാണെന്ന് തോന്നുന്നു. പഴയ തറവാട് ആരോ താമസിച്ച്. ഇപ്പം താമസം കാണുന്നില്ല. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താനായി. വെള്ളച്ചാട്ടം ദൂരത്തു നിന്നേ കാണാൻ കഴിയുന്നുണ്ട്. ആ കുഞ്ഞിക്ക് തിരക്കായതുകൊണ്ട് കുഞ്ഞിബേ നടന്നു. നമുക്കും വെള്ളച്ചാട്ടത്തിൻ്റെ അപ്പുറം കണക്കാൻ നോക്കേ. ഭയങ്കര തെന്നുന്നുണ്ട്. കുഞ്ഞിൻ്റെ കൈ പിടിച്ചാൽ മെല്ലെ പോയി ഇറങ്ങും. ഭയങ്കര തെന്നും പോലെ. മെല്ലെ പോണേ. ഒന്നാ കുഞ്ഞ് അങ്ങോട്ടേക്ക്. അങ്ങോട്ടേ. നമ്മൾ അടുക്കെത്തിയിട്ടുണ്ട്. നല്ല ഒഴുകി പതിഞ്ഞ് ഒഴുകുന്ന സ്ഥലമാണ്. പാറ ഭയങ്കര തെന്നേന്ന്. നടക്കം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തെന്നി വീണാൽ ഞങ്ങൾ താഴെ എത്തും. അവന് സൂക്ഷിച്ച് വെള്ളത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. ഞാനിപ്പം വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ടോപ്പിലല്ലേ. ഇങ്ങോട്ട് ആരും കയറി വരാൻ ശ്രമിക്കരുത്. അപകടം പിടിച്ച വഴിയാണ്. ഭയങ്കര തെന്നുന്നുണ്ട്. ഞാൻ തന്നെ ഇങ്ങനെ കയറി വന്നതാണ്.
നിങ്ങളാരും ഇങ്ങോട്ട് കയറി വരാൻ ശ്രമിക്കരുത്. വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങുന്ന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല മഴയുടെ സമയത്തും ഒരിക്കലും വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ പാടില്ല. കാരണം മലവെള്ളം എങ്ങനെ വരുന്നറിയില്ല. ചിലപ്പം കല്ലും മണ്ണും മരങ്ങളും ഒഴുകി വന്നാൽ നമ്മൾ ദേഹത്ത് തട്ടാൻ സാധ്യതയുണ്ട്. അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താൻ പാടില്ല. ഒരിക്കലും സൂക്ഷിച്ച് വെള്ളത്തിലിറങ്ങുക. അതിമനോഹര കാഴ്ചയാണ്. ഇവിടെ വന്നില്ലെങ്കിൽ നഷ്ടമായിരുന്നു. എനിക്കും കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു.